ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഗുണ്ടാ ആക്രമണങ്ങൾ നടക്കുമ്പോൾ മാത്രം പോലീസിന്റെ നടപടികൾ ശാശ്വതമായി ഉണ്ടാവേണ്ടത് ആവശ്യമെന്ന് പൊതുജനാഭിപ്രായം. കൊട്ടേഷൻ സംഘങ്ങളുടെ സുഹൃത്തുക്കളായി ചില നിയമപാലകർ എത്തുന്നതും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവരെ അനുകൂലിക്കുന്നതുമാണ് ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ നഗരത്തിൽ തഴച്ചു വളരാൻ കാരണം. ഗുണ്ടായിസത്തിനെതിരെ പോലീസ് നടപടി കർശനമാക്കിയതിൽ സന്തോഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. പുത്തൻ ഉദാരവൽക്കരണ നയമാണ് ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ. ഏറ്റവും നല്ല മരുന്ന് പരീക്ഷണങ്ങൾ ഔഷധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തെ പിന്തള്ളാനുള്ള ഗൂഢശ്രമമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം കൈക്കൊണ്ടിരിക്കുന്നതെന്ന് MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ദേവതി പട്ടത്താനത്തിന് തളി മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കം. 7 ദിവസം നീളുന്ന ആഘോഷ പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൻ ഉദാരവൽക്കരണ നയമാണ് ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ. ഇതിന്റെ അനന്തരഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണെന്നും അദ്ദേഹം പറഞ്ഞു. CWFIയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുത്തൻ ഉദാരവൽക്കരണ നയമാണ് ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും ഇതിന്റെ അനന്തരഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണെന്നും CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ CWFIയുടെ ദേശീയ സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല ദിവസങ്ങൾ വരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വാക്കുകളിൽ മാത്രം ഒതുക്കിയെന്നും സത്യമേവ ജയതയെ കച്ചവടച്ചരക്കാക്കി മാറ്റിയ പ്രധാനമന്ത്രി വിദേശ കുത്തകൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. സാമൂഹ്യനീതിയും നയങ്ങളും ഇന്ന് നടപ്പിലാക്കുന്നത് RSS ആണെന്നും ഇത് ചോദ്യം ചെയ്യാനും ഇതിനെതിരെ ശബ്ദമുയർത്താനും തൊഴിലാളി വർഗം മുന്നോട്ട് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. It is part of the neoliberal policies that are being implemented in different parts of the world today. CWFI ദേശീയ പ്രസിഡന്റ് R ശിങ്കാരവേലു പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. MLA എളമരം കരീം, CWFI ദേശീയ ജനറൽ സെക്രട്ടറി ദിബൻ ചക്രവർത്തി, സ്വാഗത സംഘം കൺവീനർ PK മുകുന്ദൻ, ട്രഷറർ VP കുഞ്ഞികൃഷ്ണൻ തുടങ്ങി സംഘടനയുടെ വിദേശ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ന് ഏറ്റവും നല്ല മരുന്ന് പരീക്ഷണങ്ങൾ ഔഷധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തെ പിന്തള്ളാനുള്ള ഗൂഢശ്രമമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം കൈക്കൊണ്ടിരിക്കുന്നതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP. ഔഷധ വില വർധനവിനെതിരെ ഫാർമസിസ്റ്റുകൾ നടത്തിയ ആദായനികുതി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഔഷധ വില വർധനവിനെതിരെ ഫാർമസിസ്റ്റുകൾ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏറ്റവും നല്ല മരുന്ന് പരീക്ഷണങ്ങൾ ഔഷധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തെ പിന്തള്ളാനുള്ള ഗൂഢശ്രമമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം കൈക്കൊണ്ടിരിക്കുന്നതെന്ന് MP ആരോപിച്ചു. അമേരിക്കയിലേക്ക് പോയ നരേന്ദ്രമോദി അമേരിക്കയുടെ സ്ഥാപിത മുതലാളിത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട നാടകത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയത്. ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു തീരുമാനം അദ്ദേഹം എടുത്തുവെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല.
KPPA സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് OC നവീൻ ചന്ദ് അധ്യക്ഷം വഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി, ജോയിന്റ് കൌൺസിൽ മുൻ ചെയർമാൻ അഹമ്മദ് കുട്ടി കുന്നത്ത്, KGPA സെക്രട്ടറി MK പ്രേമാനന്ദൻ, KPPA വൈസ് പ്രസിഡന്റ് T സതീശൻ, TP രാജീവൻ, ജയൻ കോറോത്ത്, MR അജിത് കിഷോർ, KR ദിനേശ് കുമാർ, P പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച രേവതി പട്ടത്താനത്തിന് തളിവേദിയായി. 4 രാജകുടുംബങ്ങളുടെ സംഗമവേദി കൂടിയായിരുന്നു ഇത്തവണത്തെ പട്ടത്താനം. പ്രൊഫസർ ലീലാവതി ഉദ്ഘാടനം ചെയ്തു. പ്രഥമ മനോരമ തമ്പുരാട്ടി പുരസ്കാരം സാമൂതിരി രാജ ലീലാവതിക്ക് നൽകി. തുലാമാസത്തിലെ രേവതി നാൾ മുതൽ തിരുവാതിര വരെ 7 ദിവസമാണ് പട്ടത്താനം. കേരളത്തിന്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ മികച്ച ഉദാഹരണമാണ് സാമൂതിരിമാരുടെ കാലത്ത് നടത്തിവന്ന രേവതി പട്ടത്താനം എന്ന വിദ്വൽ സദസ്സ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിലാണ് ഇത് നടന്നിരുന്നത്. തുലാമാസത്തിലെ രേവതി നാളിൽ ആരംഭിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന പണ്ഡിത സദസ്സിൽ മീമാംസ, വേദാന്തം, വ്യാകരണം എന്നിവയായിരുന്നു മുഖ്യ ചർച്ചാ വിഷയങ്ങൾ. കേരളത്തിന് പുറത്തുനിന്ന് പോലും പണ്ഡിതന്മാർ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. വാദപ്രതിവാദങ്ങളിൽ അസാധാരണ പാണ്ഡിത്യം പ്രകടമാക്കിയിരുന്നവരെ ഭട്ടസ്ഥാനം നൽകി ആദരിച്ചിരുന്നു. പയ്യന്നൂർ മനക്കിലെ പ്രധാനിയായിരുന്നു മുഖ്യ വിധികർത്താവ്. പട്ടത്താന ദിവസം മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനും ഉദയാസ്തമയ പൂജ, ഉഗ്ര നരസിംഹമൂർത്തിക്ക് നവകം പഞ്ചഗവ്യത്തോടുകൂടി വിശേഷൽ പൂജ എന്നിവ നടന്നു. തുടർന്ന് പട്ടത്താന സദസ്സ് നടത്തപ്പെട്ട വാതിൽമാടത്തിൽ കൂടല്ലൂർ നമ്പൂതിരിപ്പാടി നിശ്ചയിച്ച വേദപണ്ഡിതന് സാമൂതിരി രാജാവ് ആചാരപ്രകാരം പണക്കിഴി നൽകി ആദരിച്ചു. തുടർന്ന് തളി ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിച്ചു. 9:30 പട്ടത്താല പ്രവേശനം നടന്നു. സാമൂതിരി രാജ തിരുമനസിനു വേണ്ടി ഡോക്ടർ PUC രാജ സ്വാഗതം ആശംസിച്ചു. വിശിഷ്ടാതിഥികളെ ചടങ്ങിൽ പ്രൊഫസർ PC കൃഷ്ണവർമ്മ രാജ ആദരിച്ചു. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി പ്രതിസ്പന്ദനം നടത്തി. ഡോക്ടർ M ലീലാവതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KC ശ്രീദേവി വർമ്മ മനോരമ തമ്പുരാട്ടി അനുസ്മരണം നടത്തി. മനോരമ തമ്പുരാട്ടി പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്ക് ഉണ്ണിയനജൻ രാജ സാമൂതിരിപ്പാട് നൽകി. തുടർന്ന് ഇന്ദിരാ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇത്തവണത്തെ രേവതി പട്ടത്താനത്തിന് തിരുവിതാംകൂർ രാജവംശത്തിലെ അശ്വതി തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയും കൊച്ചി രാജവംശത്തിലെ രവിവർമ്മ തമ്പുരാനും വള്ളുവനാട് രാജവംശത്തിലെ MC കുഞ്ഞുണ്ണി രാജയും എത്തിച്ചേർന്നിരുന്നു. പരസ്യചുംബനത്തിനും സദാചാര പോലീസിനും MES എതിരാണെന്ന് പ്രസിഡന്റ് ഫസൽ ഗഫൂർ. വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ അഭിപ്രായ രൂപീകരണം ഇതാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. MES യൂത്ത് വിംഗ് ഭാരത സംസ്കാര സംരക്ഷണ യുവജന യാത്ര നവംബർ 16 മുതൽ 22 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു വാക്കിൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എതിരാണ്. അതായത് പരസ്യചുംബനം പാടില്ല, 2 മോറൽ പോലീസിംഗ് പാടില്ല, പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലൈസ് ചെയ്യാൻ പാടില്ല, സ്വവർഗരതി അനുവദിക്കാൻ പാടില്ല. ഇതൊക്കെ പറയുന്നത് ഇതൊന്നും ഭാരതീയ സംസ്കാരത്തിന് ചേർന്നിട്ടുള്ള കാര്യങ്ങളല്ല. MES സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ നിറവിലാണ്. ആഘോഷത്തിന്റെ ഭാഗമായി MES യൂത്ത് വിംഗ് സാംസ്കാരിക രംഗത്തെ അപജയങ്ങൾക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭാരത സംസ്കാര സംരക്ഷണ യുവജന യാത്ര സംഘടിപ്പിക്കുന്നു. നവംബർ 16 കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര 22 തിരുവനന്തപുരത്ത് സമാപിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ പ്രബുദ്ധരായ പൊതുജനങ്ങളോടും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളോടും പ്രസ്തുത വിഷയത്തെക്കുറിച്ച് സംവാദം നടത്താനും അഭിപ്രായ ഏകീകരണം ഉണ്ടാക്കുവാനും ഈ യാത്ര കൊണ്ട് സാധിക്കും. ഇന്ന് കാണുന്ന സംസ്കാര മൂല്യച്യുതിക്കെതിരെയായി ശബ്ദമുയർത്തുവാനും നിയമത്തിന്റെ അതിരുകൾക്കുള്ളിൽ നിന്ന് സഭ്യമായ രീതിയിൽ പ്രതികരിക്കാനും സജ്ജമായ ഒരു പടനിരയെ രൂപപ്പെടുത്തുക എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന MES യൂത്ത് വിംഗ് അംഗത്വ ക്യാമ്പയിന്റെ ലക്ഷ്യമാണെന്നും MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ പറഞ്ഞു. കയർ ദിനത്തിന്റെ ഭാഗമായി കയർ വികസന ഡയറക്ടറേറ്റും കോഴിക്കോട് കയർ പ്രൊജക്ട് ഓഫീസും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു. നളന്തയിൽ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കയർ വികസന ഡയറക്ടറേറ്റും കോഴിക്കോട് കയർ പ്രൊജക്ട് ഓഫീസും സംയുക്തമായി കയർ ദിനത്തിന്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. നളന്തയിൽ നടന്ന പരിപാടി ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ വലിയ തകർച്ചയായിരുന്നു ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ തകർച്ചയെ അതിജീവിക്കാൻ ഉള്ള ഫലപ്രദമായ പരിശ്രമങ്ങൾ
കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഒട്ടനവധി പരിമിതികളുണ്ട് ഇവിടെ. സ്വാഗത സംഘം ചെയർമാൻ ഇ ദാമോദരൻ അധ്യക്ഷം വഹിച്ചു. കനറ ബാങ്ക് ജില്ലാ ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ ഹരിഹരൻ, കാർഫെഡ് റീജിയണൽ ഓഫീസർ എം രമണി, എം കെ അബ്ദുറഹിമാൻ, പി രാമചന്ദ്രൻ, നാരങ്ങയിൽ ശശിധരൻ, ബിജു ആന്റണി, കുര്യൻ ചെമ്പനാനി, വി അസൈൻ, കെ പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ കയർ വ്യവസായ രംഗത്തെ സമകാലീന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ വ്യവസായ വാണിജ്യ വകുപ്പ് റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ എം വി യോഹന്നാൻ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെ പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. മറ്റു വാർത്തകളിലേക്ക്. മൊയ്തീൻ പള്ളി ഒയാസിസ് കോമ്പൗണ്ട് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലേക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. വ്യാപാര വ്യവസായ ഏകോപന സമിതി നോർത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി വേണുകുമാർ ഉദ്ഘാടനം ചെയ്തു. മൊയ്തീൻ പള്ളി ഒയാസിസ് കോമ്പൗണ്ട് ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിലേക്ക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. ഒയാസിസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് വീൽ ചെയറുകൾ നൽകിയത്. ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങ് വ്യാപാര വ്യവസായ ഏകോപന സമിതി നോർത്ത് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വേണുകുമാർ ഉദ്ഘാടനം ചെയ്തു. വീൽ ചെയറുകളുടെ വിതരണം OK ജോഷി, കെ ഹംസ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുബ്രഹ്മണ്യൻ വീൽ ചെയറുകൾ ഏറ്റുവാങ്ങി. അപരാജിത സ്ത്രീത്വത്തിന് MSF വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ ഹരിത സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചു. എഴുത്തുകാരി ഡോക്ടർ മിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. MSF വനിതാ വിംഗിന്റെ ആഭിമുഖ്യത്തിൽ അപരാജിത സ്ത്രീത്വത്തിന് ഹരിത സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടി എഴുത്തുകാരി ഡോക്ടർ മിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഫെമിനിസം പിന്നീട് പല വിഭാഗങ്ങളായി, പല ദർശനങ്ങളോട് ചേർന്ന് പല വിഭാഗങ്ങളായി മാറുന്നു. ആ ചരിത്രത്തിലേക്കൊക്കെ പോണെങ്കിൽ 3 ദിവസം ഫുള്ളായിട്ട് ക്ലാസ് വേണ്ടി വരും. അപ്പൊ അത് നമുക്ക് വേണ്ട. നമ്മളത് പിന്നീട്, അതായത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുമ്പോൾ പരിസ്ഥിതിയോട് ചേർന്നുകൊണ്ട് ഈ ഫെമിനിസം ചേർന്ന് വരുന്ന ഒരു പ്രസ്ഥാനം, ഒരു ദർശനം എന്ന നിലയിലാണ് ഇക്കോ ഫെമിനിസം എന്ന പ്രസ്ഥാനം ഉണ്ടാകുന്നത്. ഹരിത വൈസ് പ്രസിഡന്റ് ഫാത്തിമ സുഫീല അധ്യക്ഷം വഹിച്ചു. MSF കേരള പ്രസിഡന്റ് TP അഷറഫ് അലി, ജനറൽ സെക്രട്ടറി PG മുഹമ്മദ്, കേരള വനിതാ കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് നൂർബീന റഷീദ്, ഡോക്ടർ ആർബിദ ഫാറൂഖി, ഫാത്തിമ തെഹലിയ, ഷമീർ ഇടയാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കാരം സമ്പന്നമാക്കേണ്ട ന്യൂ ജനറേഷൻ എന്ന വിഷയത്തിൽ ഡോക്ടർ രഞ്ജിത് കുമാർ സംസാരിച്ചു. സദാചാര പോലീസിനെതിരെ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് MLA. സ്വൈര്യജീവിതം തകർക്കുന്ന സദാചാര ഗുണ്ടായിസത്തിനും കൊട്ടേഷൻ സംഘത്തിനുമെതിരെ എന്ന തലക്കെട്ടിൽ കോഴിക്കോട് ബീച്ചിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച സ്നേഹ ശൃംഖല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വൈര്യജീവിതം തകർക്കുന്ന സദാചാര ഗുണ്ടായിസത്തിനും കൊട്ടേഷൻ സംഘങ്ങൾക്കുമെതിരെ അണിനിരക്കുക എന്ന മുദ്രാവാക്യമൂർത്തിയാണ് കോഴിക്കോട് കടപ്പുറത്ത് യുവതിയുടെ സ്നേഹമതിൽ തീർത്തത്. സാംസ്കാരിക പാരമ്പര്യത്തിന് കളങ്കമേൽപ്പിച്ച് ഭരണത്തിന്റെ പിൻബലത്തോടെ സദാചാര പോലീസാകുന്ന വർഗീയ ശക്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹ ശൃംഖലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി. ഐക്യദാർഢ്യമേകി സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരുമെത്തി.
നവോത്ഥാന പോരാട്ടത്തിന്റെയും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെയും ചരിത്ര പാരമ്പര്യവുമായി തലയുയർത്തി നിൽക്കുന്ന മണ്ണിൽ നിന്ന് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും കൈകൾ കോർത്തുപിടിച്ച് വർഗീയ ശക്തികൾക്കെതിരെ യുവതീ യുവാക്കൾ പ്രതിജ്ഞ ചൊല്ലി. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ സ്നേഹശൃംഖല സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വർഗീയ ശക്തികൾക്ക് നിയമം കയ്യിലെടുക്കുവാൻ സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വതന്ത്രമായ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് തടയിടാൻ വർഗീയ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സി അശ്വിനിദേവ് അധ്യക്ഷനായിരുന്നു. SK സജീഷ് പ്രതിജ്ഞ ചൊല്ലി. സംസ്ഥാന സെക്രട്ടറി M സ്വരാജ്, കേന്ദ്ര കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ്, സാംസ്കാരിക പ്രവർത്തകൻ പ്രൊഫസർ PJ വിൻസെന്റ്, കവി ശ്രീജിത്ത് അരിയല്ലൂർ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി N രാജേഷ് എന്നിവർ സംസാരിച്ചു. ചികിത്സയുടെ മറപിടിച്ച് സാമൂഹിക ജീവിതത്തെ ചൂഷണം ചെയ്യുകയാണ് ലാഭേച്ഛ മാത്രം ആഗ്രഹിക്കുന്ന മുതലാളിമാർ എന്ന് കവി PK ഗോപി. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ട് AITUC സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AITUC നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. ലാഭേച്ഛ മാത്രം ആഗ്രഹിക്കുന്ന മുതലാളിമാരുടെ മനസ്സിൽ കൊള്ളലാഭം മാത്രമാണുള്ളത്. ചികിത്സയുടെ മറപിടിച്ച് സാമൂഹിക ജീവിതത്തെ ചൂഷണം ചെയ്യുകയാണ് മുതലാളിമാരെന്നും കവി PK ഗോപി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ലാഭേച്ഛകളായ മുതലാളിമാർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല. അവരുടെ നിഘണ്ടുവിൽ ധർമ്മം എന്ന വാക്കില്ല, സേവനം എന്ന വാക്കില്ല. അവരുടെ നിഘണ്ടുവിൽ ഉള്ളത് കൊള്ളലാഭം എന്ന വാക്ക് മാത്രമാണ്. അതുകൊണ്ട് രോഗം എന്ന നിസ്സഹായത ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നുമ്പോൾ ലാഭപതിയന്മാരായ ചെന്നായ്ക്കൾ ചികിത്സയുടെ മറപിടിച്ച് സാമൂഹിക ജീവിതത്തെ ചൂഷണം ചെയ്യുന്നു. ഇതിന്റെ പേര് ചികിത്സ എന്നേ അല്ല. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. PK നാസർ, അഹമ്മദ് കുട്ടി കുന്നത്ത്, PV മാധവൻ, P സുരേഷ് ബാബു, K ചന്ദ്രൻ മാസ്റ്റർ, P സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ഇൻകം ടാക്സ് ചുമത്തിയത് പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് LIC കോഴിക്കോട് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സ്വീകരണം നൽകി. K രാമചന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ. സമരപ്രഖ്യാപന വിളംബര ജാഥ സിന്ദാബാദ്. സമരപ്രഖ്യാപന വിളംബര ജാഥ സിന്ദാബാദ്. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ 12ാം ഡിവിഷൻ സമ്മേളനം ഡിസംബർ 3-4 തീയതികളിൽ ഡൽഹിയിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഡിസംബർ 4-ന് പാർലമെന്റ് മാർച്ചും നടക്കുന്നുണ്ട്. ഇതോടനുബന്ധിച്ച് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ ജില്ലയിൽ പര്യടനം നടത്തി. മിനിമം ബിസിനസ് ഗ്യാരണ്ടി മാനദണ്ഡം പിൻവലിക്കുക, LIC ഏജന്റുമാരെ തൊഴിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് LIC ഡിവിഷൻ ഓഫീസിന് മുൻപിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ K രാമചന്ദ്രൻ, സെൻട്രൽ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂക്കുൾ ബാലകൃഷ്ണൻ, സിറ്റി പ്രസിഡന്റ് രാംദാസ്, സെക്രട്ടറി അജിത് കുമാർ പൊന്നമ്പറമ്പത്ത്, ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ NK രമേശൻ, PP കൃഷ്ണാനന്ദൻ, ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി സൂര്യപ്രഭ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. പിറവിക്കുമേൽ പ്രകൃതിയുടെ ഹൃദയമിടിപ്പുകളെ ചായക്കൂട്ടിൽ പകർത്തി G പ്രതാപിന്റെ ചിത്രപ്രദർശനം ആർട്ട് ഗാലറിയിൽ തുടരുന്നു. ഹാർട്ട് ബീറ്റ് ഓഫ് ലവ് എന്ന് പേരിട്ട പ്രദർശനത്തിൽ 50ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 8-ന് പ്രദർശനം സമാപിക്കും. കോഴിമുട്ടകൾക്കുമേൽ ഇൻക്യുബേറ്ററിന്റെ ചൂടുള്ള പ്രകാശം വൃത്താകാരത്തിൽ പതിയുന്നത് നോക്കി നിൽക്കുന്ന 3 കോഴികൾ പിറവി എന്ന ദിവ്യരഹസ്യത്തിനുമേൽ മനുഷ്യൻ നടത്തിയ കയ്യേറ്റത്തിന് ഉദാഹരണമാണ്.
ഫാഷൻ റാമ്പിലെ വെളിച്ചത്തിലൂടെ കേറ്റ് വാക്ക് ചെയ്യുന്ന പെൺകുട്ടിക്കുമേലും പതിയുന്നുണ്ട് വെളിച്ചം. ചുറ്റിനുമുള്ള ഇരുട്ടിൽ നിന്ന് അവളുടെ ശരീരത്തെ കണ്ണുകളാൽ കൊത്തിവലിക്കുന്നവർ നിലാവെളിച്ചത്തിൽ പെൺപട്ടിക്ക് ചുറ്റുമിരുന്ന് ഓലിയിടുന്ന നായ്ക്കുട്ടത്തോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പിറവിക്കുമേൽ പ്രകൃതിയുടെ ഹൃദയമിടിപ്പുകളെയാണ് ജി പ്രതാപ് ചിത്രങ്ങളിലൂടെ വരച്ചിരിക്കുന്നത്. ഹാർട്ട് ബീറ്റ് ഓഫ് നേച്ചർ എന്ന് പേരിട്ട പ്രദർശനത്തിൽ 50ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അക്രിലിക്, വാട്ടർ കളർ, ചാർക്കോൾ, പെൻസിൽ എന്നിവയിലാണ് ചിത്രങ്ങൾ തീർത്തിരിക്കുന്നത്. പ്രകൃതിയുടെ സമൃദ്ധിയെ മഞ്ഞ പുതച്ച നാളുകളുടെ ഓർമ്മകളെയാണ് ചിത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പിറവിയുടെ അനർഘ നിമിഷങ്ങളിലേക്കും നിഗൂഢതകളിലേക്കും ആഴങ്ങളിലേക്കും ചായക്കൂട്ടുകളുമായി കടന്നു ചെല്ലുന്നുണ്ട് ഈ ചിത്രങ്ങൾ. പാലക്കാട്ട് സ്വദേശിയാണ് ചിത്രകാരൻ. പ്രകൃതി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അവർക്ക് അവബോധമുണ്ടാക്കാനുമാണ് ചിത്രങ്ങളിലൂടെ താൻ ശ്രമിക്കുന്നതെന്ന് പ്രതാപൻ പറയുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമുക്ക് ഇല്ലാതാക്കാനോ കഴിയുന്നതല്ല. ലോകമുള്ളിടത്തോളം കാലം പ്ലാസ്റ്റിക് ഉണ്ടാവും. പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ചിന്തിക്കാനാവില്ല. പക്ഷേ അത് വലിച്ചെറിയുന്ന സംസ്കാരത്തെയും അത് ദുരുപയോഗം ചെയ്യുന്ന സംസ്കാരത്തെയുമാണ് മാറ്റേണ്ടുന്നത്. ആ ഒരു ആശയം മുന്നിൽ കണ്ടുകൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി കാണികൾക്ക് അവരുടെ പോർട്രേറ്റ് വരച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റ് പ്രഭാകരൻ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്ത പ്രദർശനം 8-ന് സമാപിക്കും. ചാലിയം ഇമ്പിച്ചി ബാവ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ കലോത്സവത്തിന് തുടക്കം. കവിയും എഴുത്തുകാരനുമായ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ നടന്നു. ചാലിയം ഇമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തുടക്കം. പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനും ഗായകനുമായ രമേശ് കാവിൽ കലോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചുണ്ടലി ചുമരലി ചുമരങ്ങട്ടലി മുണ്ടലി മുറന്തലി അറിയലി പുരയലി വെള്ളലി പുള്ളലി എറപ്പനും പരപ്പനും മഞ്ഞനും കുഞ്ഞനും വേലിക്കച്ചാൽ ഇങ്ങനെ 14 എലികളും കൂടി അതിലൊരു കഴിവര് മിടുക്കുള്ള കഴിവര് 10 കരണ്ടലി പഴവത്ത് തൊഴിച്ചലി അയ്യയ്യയ്യ 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 തപ്പ് കരണ്ടലി തകിലി കരണ്ടലി ആട്ടക്കാരന്റെ പെട്ടി കരണ്ടലി വള്ളക്കാരന്റെ വെള്ള കരണ്ടലി തുള്ളക്കാരന്റെ ചെള്ള കരണ്ടലി അയ്യയ്യയ്യ അയ്യയ്യയ്യ. സ്കൂൾ പ്രധാനാധ്യാപകൻ പി കെ കുഞ്ഞിക്കോയ അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ വി സൈദലവി, പ്രിൻസിപ്പൽ സയ്യിദ് ഹിസാമുദ്ദീൻ MV, PTA പ്രസിഡന്റ് നസീബ് റഹ്മാൻ EP, ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് O ജയശ്രീ, സ്റ്റാഫ് സെക്രട്ടറി കെ അബ്ദുറഹിമാൻ, സ്കൂൾ ലീഡർ ലുക്മാൻ ഹക്കീം, മുഹമ്മദ് ബഷീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാ മത്സരങ്ങളും അരങ്ങേറി. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണുക്ഷേത്ര മഹോത്സവം നവംബർ 16-ന് കോടിയർച്ചനയോടെ ആരംഭിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൽ വരവാഘോഷം, സാംസ്കാരിക സമ്മേളനം, പ്രഭാഷണം, കലാപരിപാടികൾ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും സംഘവും അവതരിപ്പിക്കുന്ന തൃത്തായമ്പക, ഐഡിയ സ്റ്റാർ സിംഗർ മെറിൻ നിഖിൽ രാജ് എന്നിവർ നയിക്കുന്ന ഗാനമേള, കളർഫുൾ മെഗാ മാജിക് ഷോ എന്നിവയും അരങ്ങേറും. പ്രശസ്ത ശില്പിയായ RK പട്ടിശ്ശേരി ഗരുഡ ശില്പത്തിന് ശേഷം 5 മീറ്ററോളം വലുപ്പമുള്ള ശംഖുശില്പം ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിന് സമർപ്പിക്കും. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ക്ഷേത്രാങ്കണത്തിൽ പുരോഗമിക്കുകയാണ്. വൻ ഭക്തജന പങ്കാളിത്തത്തോടെ തുടർച്ചയായി ഇത് 5ാം തവണയാണ് മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണുക്ഷേത്രത്തിൽ കോടിയർച്ചന നടത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഞാറ്റുവേല സാംസ്കാരിക പ്രവർത്തക സംഘത്തിന്റെ നയപ്രഖ്യാപന സമ്മേളനം നവംബർ 7, 8 തീയതികളിൽ കോഴിക്കോട് ചേരും. നവംബർ 7-ന് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ രാവിലെ 10 മണിക്ക് സമൂഹ ചിത്രരചനയോടും ജനകീയ ഗാനാലാപനത്തോടെയും സമ്മേളനത്തിന് തുടക്കമാകും. വൈകിട്ട് 5-ന് സാംസ്കാരിക സമ്മേളനം നടക്കും. നവംബർ 8-ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ സത്യനോഡസ നഗറിൽ ഹരിനാരായണൻ, വിനോദ് ശങ്കർ, അനിത് രാമൻ എന്നിവർ ചേർന്ന് കലാവിഷ്കാരങ്ങളുടെ നയപ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കവി സമ്മേളനം ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്യും. ഞാറ്റുവേലയുടെ നാടകം പിണറായി പാറപ്പുറത്തു നിന്നും അരങ്ങേറുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും കൌൺസിലിംഗും നടത്തുന്നു. ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരെയും രക്ഷാകർതൃ സംഘം പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സാമൂഹ്യ സുരക്ഷയും എന്ന വിഷയത്തിൽ നവംബർ 15-ന് ഈസ്റ്റ് അവന്യൂ ഹോട്ടലിലാണ് ശില്പശാല നടക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുന്നിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമി ന്യൂഡൽഹി നൽകുന്ന 2014-ലെ ഡോക്ടർ അംബേദ്കർ ദേശീയ പുരസ്കാരത്തിന് ജോയ് പ്രസാദ് പുളിക്കൽ, PK സന്ദീപ് വേങ്ങേരി, മീനാക്ഷി ബാലകൃഷ്ണൻ കാസർഗോഡ്, അഡ്വക്കേറ്റ് VJ സുരേഷ് കുമാർ ഇടുക്കി, വാസുദേവൻ തച്ചോത്ത് എന്നിവർ അർഹരായി. ഡിസംബർ 13-ന് ഡൽഹിയിൽ ബുരാരി പഞ്ചശീല ആശ്രമ ഓഡിറ്റോറിയത്തിൽ വെച്ച് മന്ത്രി രാംവിലാസ് പാസ്വാൻ അവാർഡുകൾ വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സെന്റർ 3ാം സംസ്ഥാന സമ്മേളനം 2014 നവംബർ 8, 9 തീയതികളിൽ വടകര ടൗൺ ഹാളിൽ നടക്കും.
8-ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പരശുവയ്ക്കൽ രാജേന്ദ്രൻ പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനത്തിൽ 250ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ജനതാദള സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ജോസ് തെറ്റിയിൽ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൻ ഉദാരവൽക്കരണ നയമാണ് ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ. ഏറ്റവും നല്ല മരുന്ന് പരീക്ഷണങ്ങൾ ഔഷധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തെ പിന്തള്ളാനുള്ള ഗൂഢശ്രമമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം കൈക്കൊണ്ടിരിക്കുന്നതെന്ന് MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ദേവതി പട്ടത്താനത്തിന് തളി മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കം. 7 ദിവസം നീളുന്ന ആഘോഷ പരിപാടികൾ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ.